ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ആ കെട്ടിടത്തിൽ എന്താ 4000 EVM-കള്. 3 രാജ്യസഭാ MP-മാർ രാജിവെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവർ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. അതായത് 16 പേരെ കൂടി സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷമായി. 2019 BJP ജയിച്ചത് എങ്ങനെ? പുൽവാമ, ബാലക്കോട്ട്. 2024 BJP ജയിച്ചത് എങ്ങനെ? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. 2029 BJPയെ ജയിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം. നാമനിർദ്ദേശ പത്രികയിൽ അവർക്കെതിരായിട്ടുള്ള ഒരു കേസിന്റെ ചില ഭാഗങ്ങൾ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു BJP സ്ഥാനാർത്ഥി ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പ്രത്യേകമായ അവസരം കൂടി കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ കാണണം. അനീതിയുടെ എന്ന് പറയുമ്പോൾ അനീതി അങ്ങേ അറ്റമാണ്. എന്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ബംഗാളിലെ EVM അട്ടിമറിക്കാൻ തീരുമാനിച്ചിരുന്നു. ബംഗാളിൽ ഏത് അട്ടിമറിക്കാൻ എന്നത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലും കൂടി EVM അട്ടിമറിച്ചു എന്നുള്ളതാണ്. അപ്പൊ 27-ലും 28-ലും കേരളം പോലൊരു സ്ഥലത്ത് മുസ്ലിം വേഴ്സസ് അതേഴ്സ് എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോഴേ കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അടുത്ത 25 വർഷക്കാലത്തെ രാഷ്ട്രീയം സംഘപരിവാർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തകരല്ല കൂട്ടരെ. എങ്ങനെയാണ് വിശകലനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതല്ലേ? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെയും സ്വാധീനം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഗ്രഹാശിസുകൾ തങ്ങളുടെ കോർപ്പറേറ്റ് വ്യവസായ സംരംഭങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ, അതിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന വിധത്തിൽ എത്തിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കൂ എന്നുള്ളത് ഒരു പുതിയ വെളിപ്പെടുത്തലല്ല. നമ്മൾ ഇനിയിപ്പോ അക്കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദമായി പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മളൊന്ന് ഈ 12 വർഷക്കാലമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതേക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതുണ്ടാവും, ചില കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവും. 24 മണിക്കൂറിനുള്ളിൽ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയാ സംഭവിച്ചത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് നല്ല വ്യക്തത കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. റിട്ടേണിംഗ് ഓഫീസർ അവർ നാമനിർദ്ദേശ പത്രികയിൽ അവർക്കെതിരായിട്ടുള്ള ഒരു കേസിന്റെ ചില ഭാഗങ്ങൾ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. ഉടനെ സുപ്രീം കോടതിയിൽ പറയുന്നു. സുപ്രീം കോടതി പറയുന്നു മറ്റന്നാൾ എടുക്കാന്ന് പറയുന്നു. നാളെ ആവുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ശരിവെച്ചുകൊണ്ട് ഉടനെ വിജയിയെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ നാളെ സുപ്രീം കോടതി കേസെടുക്കുമ്പോൾ എന്താ സുപ്രീം കോടതി പറയുന്നു? ഇലക്ഷൻ പ്രോസസ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇലക്ഷൻ പ്രോസസ് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി ഹൈക്കോടതിയെ സമീപിച്ചൊരു ഇലക്ഷൻ പെറ്റീഷനായി നൽകാനേ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ആരെങ്കിലും നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധിയാണ്, ലോ ഓഫ് ദ ലാൻഡ് ആണ്. നാളെ റിട്ടേണിംഗ് ഓഫീസർക്ക് തള്ളാം, നിങ്ങൾ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിശദാംശങ്ങൾ ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു BJP സ്ഥാനാർത്ഥി ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പ്രത്യേകമായ അവസരം കൂടി കൊടുക്കുന്നു എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ അനീതിയുടെ എന്ന് പറയുമ്പോൾ അനീതി അങ്ങേ അറ്റമാണ്. 24 പർഗാനാസില് മറ്റൊരു വിഷയമാണ്. ഈ 24 മണിക്കൂറിൽ നടന്നിട്ടുള്ള വേറൊരു വിഷയമാണ്. 24 പർഗാനസിൽ ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ആ കെട്ടിടത്തിൽ എന്താ 4000 EVM-കള് 4000 EVM-കള് നിന്ന് കത്തുകയാണ്. അതിന് തൊട്ടു മുമ്പ് വയറ് റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യം, അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തില് 88% മുസ്ലിങ്ങളുള്ള ഒരു ബൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ അല്ലേ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ CPM ആണ്. അപ്പോ 88% ന്യൂനപക്ഷ വിഭാഗമുള്ള പഞ്ചായത്ത് മെമ്പർ CPM-നുള്ള ഒരു ബൂത്തില് CPM-ന് ആകെ വോട്ട് 1. ആ പഞ്ചായത്ത് മെമ്പർ പറയുന്നു, ഞാനും എന്റെ 8 അംഗ കുടുംബവും CPM-നാണ് വോട്ട് ചെയ്തത്, ഞങ്ങളുടെ വോട്ട് എവിടെ പോയി?
24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്താ 2026, 27, 28 കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം? ഇപ്പം TMCയെ പിളർത്തി. TMC പൊടുന്നനെ പിളരുകയാണ്. 20 MP-മാർ അല്ലെങ്കിൽ 19 ലോക്സഭാ MP-മാർ ആരുടെ കൂടെ? BJP-യുടെ കൂടെ ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ യോഗം ചേരുകയാണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ കോൺഗ്രസിനേക്കാൾ ശക്തമായി BJP-യെ നേരിട്ടുകൊണ്ടിരിക്കുന്നതായി കാണാറുള്ളത്, പ്രകടനപരതയിൽ നമ്മൾ കാണാറുള്ളത് TMC-യും BJP-ക്കാരും തമ്മിലുള്ള അടിയാണ്. പക്ഷെ ഒരൊറ്റ സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു? TMC നേരെ പോയി ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ ചേർന്ന് യോഗത്തില് BJP-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. 19 MP-മാർ, ലോക്സഭാ MP-മാർ, 3 രാജ്യസഭാ MP-മാർ രാജിവെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവർ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. അതായത് 16 പേരെ കൂടി സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷമായി. ശിവസേന UBT പിളർത്തി, NCP-യെ പിളർത്തി. ഇപ്പൊ വീണ്ടും ബാക്കിയുള്ള ശിവസേന UBT-യുടെ ആളുകളെ കൂടി ലോക്സഭയിൽ ഒപ്പം ചേർക്കാൻ വേണ്ടി BJP കരുനീക്കം നടത്തിയെന്നാണ് പറയുന്നത്. എന്തിനാ ഇത്? ഡീലിമിറ്റേഷൻ ബില്ല് കഴിഞ്ഞ 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് പാർലമെന്റിൽ തള്ളപ്പെട്ടു പോയി അല്ലെ? ഈ ഡീലിമിറ്റേഷൻ ഇല്ലാതെ ജയിക്കാനാകില്ല. 2019 BJP ജയിച്ചത് എങ്ങനെ? പുൽവാമ, ബാലക്കോട്ട്. 2024 BJP ജയിച്ചത് എങ്ങനെ? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. 2029 BJP-യെ ജയിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം. എന്താ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്? 800 സീറ്റുകളാക്കുക, BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ആ ശക്തി കേന്ദ്രങ്ങളിലെ സീറ്റുകൾ വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിക്കുക, പുനർനിർണയിക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതില്ലാതെ BJP-ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാമോ അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ഘട്ടത്തിൽ EVM-നെ കുറിച്ചൊക്കെ ഇന്നും എന്നോടൊപ്പം എന്നെ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരു സഹാബ് ചോദിച്ചു, സഹാബേ, ഈ EVM-നെ കുറിച്ച് എന്താ അഭിപ്രായം? 4000 EVM-കൾ നിന്ന് കത്തുന്നതായി നമ്മൾ കാണുകയല്ലേ ചെയ്യുന്നത്. എന്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ബംഗാളിലെ EVM അട്ടിമറിക്കാൻ തീരുമാനിച്ചിരുന്നു. ബംഗാളിൽ ഏത് അട്ടിമറിക്കാൻ എന്നത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലും കൂടി EVM അട്ടിമറിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ DMK ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നേക്കാം എന്ന് ഏറ്റവും ഹാർഡ് കോറായി CPM-കാർ പോലും ചിലപ്പോ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടില് DMK അധികാരത്തിൽ നിന്ന് പുറത്തു പോകും, സ്റ്റാലിൻ തോൽക്കുമെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിരുന്നു? നിങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വരുന്നവരല്ലേ, രാഷ്ട്രീയം വായിക്കുന്നവരല്ലേ? ഇന്നലെ സിനിമയിലേക്ക് വന്നിട്ടുള്ള വിജയ്, ഞാൻ അയാളെ കുറച്ച് കാണുന്നില്ല. അയാള് അധികാരത്തിലേറിയതിനു ശേഷം അയാള് വളരെ പക്വമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ രീതിയിലുള്ള രാഷ്ട്രീയം നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല. ഇപ്പൊ 2014 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തില് മാധ്യമങ്ങളെ ഇവര് മെരുക്കിയെടുത്ത് വേട്ടപ്പട്ടിയാക്കി മാറ്റിയതുപോലെ, ജുഡീഷ്യറിയെ തങ്ങളുടെ അധീനതയിലാക്കിയതുപോലെ, ലെജിസ്ലേച്ചറിനെ അപ്രസക്തമാക്കിയതുപോലെ, അതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്. ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ തരം താഴ്ത്തിയതുപോലെ, പ്രബീർ പുർക്കായസ്ഥയെയും അതുപോലെ പ്രണോയ് റോയെയും അപമാനിച്ച് അപ്രസക്തമാക്കിയതുപോലെ, അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാവ്, അയാളുടെ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് യോജിപ്പില്ല. ആ രാഷ്ട്രീയ നേതാവിനെ 8 മാസം ജയിലിൽ കിടത്തി ഇപ്പോ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്നത് പോലെ അടുത്ത 25 വർഷക്കാലത്തെ രാഷ്ട്രീയം സംഘപരിവാർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തകരല്ല കൂട്ടരെ. 25 വർഷത്തെ രാഷ്ട്രീയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറും RSS-ഉം ചേർന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 25 വർഷത്തേക്കുള്ള യാത്രക്കിടയിലാണ് നിങ്ങൾക്ക് മമതയെ ബംഗാളിൽ തോൽപ്പിക്കണം. മമത എന്ന് പറയുന്നത് എന്റെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സഹാക്കളെ കൊന്ന ആളാണ്. എനിക്ക് അവരെ ജയിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ മമതയെ തോൽപ്പിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം MP-മാരെ തങ്ങളോടൊപ്പം കിട്ടുള്ളൂ എന്ന് കരുതി അവരെ തോൽപ്പിക്കുക.
ഇപ്പോ DMK ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാ? ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. DMK ഒറ്റപ്പെടുത്താം. കോൺഗ്രസ് ആണെങ്കിൽ വേഗം കൈയും കാലും കഴുകി അടുത്ത ക്യാമ്പിലേക്ക് പോയി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ DMK ഒറ്റപ്പെടുത്താം. ഇനി നാളെ DMKക്ക് 2029 വളരെ വേഗത്തിൽ അധികാരം തിരിച്ചു വരണമെന്നാണല്ലോ ആഗ്രഹം. ഒരു പാക്കേജ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ DMKയും ഈ പറയുന്ന ഡീലിമിറ്റേഷൻ ബില്ലിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാവും. കേരളം, നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞല്ലോ, കേരളം ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഭൂമികയാണെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. 2026 CPM-നെ പുറത്താക്കി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറത്താക്കി. ഇനി 27-ലും 28-ലും വരാൻ പോകുന്ന ഡിസ്കഷൻ എന്താണ് കേരളത്തില്? എന്താ? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 27-ലും 28-ലും ഈ രാജ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സെൻസസ്, ജാതി സെൻസസ്. ജാതി സെൻസസ് എന്ന് പറയുമ്പോ പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും. ഇപ്പൊ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും വലിയ തോതിൽ അതിന് പ്രത്യാഘാതം ഉണ്ടായില്ല. ഇനിയിപ്പോ ജാതി സെൻസസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെയും OBC-യുടെയും EBC-യുടെയും കണക്ക് വെച്ച് പുതിയ രാഷ്ട്രീയം രൂപപ്പെടും. ഈ കേരളത്തിൽ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ? അപ്പൊ ഒന്ന് സെൻസസ് ആണെങ്കിൽ, രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. എന്തിനാ ഉന്നതതല സമിതി തരാമോ? രാജ്യത്തിന്റെ ചില പ്രത്യേക ഭൂവിഭാഗങ്ങളിൽ ചില മതവിഭാഗങ്ങൾ ശക്തമാകുന്നു. അതിന്റെ കാരണങ്ങൾ എന്ത്? അതെന്തുകൊണ്ട്? അപ്പൊ 27-ലും 28-ലും കേരളം പോലൊരു സ്ഥലത്ത് മുസ്ലിം വേഴ്സസ് അതേഴ്സ് എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോഴേ കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു.